നമ്മളെപ്പോഴെങ്കിലും അനാഥ മക്കളെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ മുത്തുനബി ഒരു അനാഥനായിരുന്നു. ബാപ്പയെ കണ്ടിട്ടില്ല. 6 വയസ്സിൽ മാതാവും നഷ്ടപ്പെട്ടു. പിന്നീട് നോക്കിയ ഉപ്പാപ്പയും അദ്ദേഹത്തിന് നഷ്ടമായി. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ അനാഥ മക്കൾക്ക് വലിയ സ്ഥാനം തന്നെയുണ്ട്. അവരെ എടുത്തു വളർത്തുന്നതിലും വലിയ പുണ്യമുണ്ട്. അവരുടെ ഐഹികവും പാരിത്രികവുമായ ലോകത്ത് അവർക്ക് അതിൻ്റെ പുണ്യം ലഭിക്കുക തന്നെ ചെയ്യും. നമുക്ക് അവരെ നമ്മുടെ കൂടെ നിർത്തി നോക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവരെ സഹായിക്കാൻ നമുക്ക് കഴിയണം. അനാഥമന്ദിരങ്ങൾ ഏത് മതസ്ഥരുടെ ആകട്ടെ, ഒരു തുക മാസത്തിലോ കൊല്ലത്തിലോ പല തവണയായി നമുക്ക് കഴിവിനനുസരിച്ച് കൊടുക്കാൻ നമുക്ക് കഴിയണം. എല്ലാവരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരുപാട് സഹായങ്ങൾ അവർക്ക് ലഭിക്കുന്നുണ്ട്, പിന്നെ എന്തിനാ നമ്മ കൊടുക്കണ്ട എന്നൊക്കെ. എല്ലാവരും ഇതുപോലെ വിചാരിച്ചിരുന്നെങ്കിൽ അവർക്ക് ആര് സഹായം ചെയ്യും? അതുകൊണ്ട് സ്വതക്ക ഇല്ലാത്തവന് കൊടുക്കാൻ നമുക്ക് തയ്യാറാകണം. നമ്മുടെ കുടുംബത്തിൽ ഇല്ലാത്തവർക്കും അയൽവക്കത്തും, അതല്ലെങ്കിൽ പിന്നീട് ബാക്കി പുറത്തേക്കുമാണ് നമ്മൾ സ്വതക്ക കൊടുക്കേണ്ടത്. നമ്മൾ ഇങ്ങനെയുള്ള യത്തീംഖാനയിലും കൊടുത്താൽ മതി. എന്തായാലും സഹായിക്കണം. അവരെ നമ്മൾ സഹായിച്ചില്ലെങ്കിൽ നാളെ റബ്ബിൻ്റെ കോടതിയിൽ നാം ഉത്തരം പറയേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ കൊടുക്കുക, സഹായിക്കുക. നിനക്കൊന്നോ 2 3 കുഞ്ഞുങ്ങളെ നോക്കുവാൻ കഴിവുണ്ടെങ്കിൽ അങ്ങനെ നോക്കുക. എന്നാൽ നമ്മളിൽ പലരും അത് ചെയ്യാറില്ല. അനാഥ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് സ്വന്തം കുഞ്ഞിനെ ഓമനിക്കരുത് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ നബി മുസ്തഫ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് ഏവർക്കും അള്ളാഹു ഈമാൻ നൽകട്ടെ. അനാഥ മക്കളെ നോക്കാനുള്ള കഴിവും ആരോഗ്യവും നമുക്ക് നൽകട്ടെ. ആമീൻ.